ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ഗൈസ്. ഇവിടെ തന്നെ കുറച്ച് ചെടികളുണ്ട്, പിന്നെ എന്തൊക്കെയോ ചെടിയുണ്ട് ഗൈസ്. പിന്നെ ഒരു റോസയുണ്ട്, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് മറ്റേ സാധനം തുളസി ഗൈസ്. ഇത് വേറെന്തോ സാധനം, ഇതിൻ്റെ ഒരു പേര് അറിഞ്ഞൂടാ ഗൈസ്. ചിലതിൻ്റെയൊക്കെ എനിക്കറിയുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ തുളസി തലയിലും ഒരു തുളസി മാത്രമാണ്. പിന്നെ ഇവിടെ ഒരു ആമ്പലുണ്ട്, നിറച്ച് മീൻ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവിടെ വേസ്റ്റ് ആണെന്ന് വിചാരിക്കണ്ട, ഇവിടുത്തെ ഇത് വെട്ടിയതാണ് ഗൈസ്. പിന്നെ ഒരു തെങ്ങുണ്ട്, പിന്നെ വേറെന്തോ ഒരു ചെടിയുണ്ട്. പിന്നെ പേരക്കയുണ്ട്, പേരക്കയിൽ പൂത്തൊന്നും നോക്കിയിട്ടുണ്ട്. ഗൈസ്, പൂത്തുണ്ട്, കണ്ടോ ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ ഗൈസ്, പേരയ്ക്ക് പൂക്കുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്. പിന്നെ ഇവിടെ വേറെന്തോ ചെടിയുണ്ട്, വാഴയുണ്ട്. പിന്നെ വേറെന്തോ പൂവുണ്ട്. ഇതുണ്ടോ ഗൈസ്, നല്ല പൂ. ഇതുണ്ടോ ഗൈസ്, ഇത് നല്ല ഭംഗിയല്ലേ ഗൈസ്, സൂപ്പറാണ് ഗൈസ്. ഇത് നമ്മുടെ ഈ കാലിൽ നീര് വയ്ക്കൂലേ, അപ്പം ഇത് വെള്ളത്തിൽ തളിപ്പിച്ചിട്ട് ഇതിടും. എന്നിട്ട് ഒന്ന് പച്ച കളറാകുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ അത് മാറുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ ഒരു മാങ്ങ മരം ഉണ്ട്, മാങ്ങ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കറിവേപ്പില മരം, ഞങ്ങൾ കറിവേപ്പില എന്നാണ്, നിങ്ങൾ വിളിക്കുന്നത് എന്താണെന്ന് പറയുക ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഒരു കണിക്കൊന്ന ഉണ്ടായിട്ടില്ല. പിന്നെ നാരകം. പിന്നെ ഇത് വേറെ പിന്നെ എന്തായിരുന്നു ഞാൻ പറയാം ഗൈസ്. ഇത് കപ്പ ഗൈസ്, കപ്പ. പിന്നെ ഇവിടെ ഉണ്ട് ഗൈസ് ഒരു ആമ്പല് ഗൈസ്. ഇതുണ്ടോ ഗൈസ്, മീൻ കുഞ്ഞുങ്ങൾ. പിന്നെന്താ ഉള്ളത്, പിന്നെ ഒരു കോവലുണ്ട്. ഇവിടെ ഒരു 3 റോസാപ്പൂവുണ്ട്. പിന്നെ ഇവിടെ വേറെന്താ ചട്ടിയിലുണ്ട്. പിന്നെ ഇതുമുണ്ട്. ഇവിടെ ഉണ്ട് ഒരു രണ്ടാമ്പല്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകാം ഗൈസ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കണ്ട ഗൈസ്, ഇവിടെയൊക്കെ നല്ലപോലെ പൂത്ത് നിന്ന്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കച്ചാവാഴയുണ്ട്. പിന്നെ കുറേന്ന് പറയാനൊന്നുമില്ല, മുളകുണ്ട്. ഇവിടെ അതുപോലത്തെ ചെടിയുണ്ട്. പിന്നെ നമുക്ക് ഗൈസ് ഇവിടെ കൊക്കോപ്പഴം ഗൈസ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ, നല്ല പറഞ്ഞ ശരിയായി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കൊമ്പിൽ ഓരോന്നോരോന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാമ്പയ്ക്ക ഉണ്ട് ഗൈസ്, ചാമ്പയ്ക്ക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഈ കമ്പ് കഷ്ണം വെച്ചാണില്ലേ, ഇത് കറിവേപ്പില. പിന്നെ ഇവിടെ ഒരു കറിവേപ്പിലയുടെ തൈയുണ്ട്. പിന്നെ ഇവിടെ വേറെന്തോ ചെടിയുണ്ട്, ഇത് വേറെന്തോ ചെടിയുണ്ട്, എനിക്കൊന്നും അറിഞ്ഞൂടാ. 4 മണി പൂ ഗൈസ്, 4 മണി പൂ. ഇതേണ്ട ഗൈസ്, ഇതിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ടല്ല, എന്താ ഇതെടുത്തിട്ട് നമ്മൾ വെറുതെ ഇപ്പോൾ ഇവിടെ ഇട്ടുന്നു ഗൈസ്. ഇവിടെ എങ്ങാണ്ട് വീണു. ഇനി അത് കുറേ നാൾ കഴിയുമ്പോൾ നോക്ക്. ഇവിടെ മുളകുണ്ട്. ഇത് മുറിവിനെ കണ്ട് ചെയ്യണ സാധനമാണ്. ഇവിടെ ഉണ്ട് ഒരു മുളക്. പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. പിന്നെ കുരുമുളക് ഉണ്ട് ഗൈസ്, ഉണ്ടായിട്ടില്ല. ഒരെണ്ണത്തിലുണ്ടായിട്ടുണ്ട്, വേറെ ഒന്നിലും ഉണ്ടായിട്ടില്ല ഗൈസ്. പിന്നെ അങ്ങ് അറ്റത്തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗൈസ് അതൊക്കെ 4 മണി പൂവാണോ ഗൈസ്? അല്ല പൂവാണ് ഗൈസ്. ഇത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇവിടെ നിന്നിട്ട് തൊടാൻ പറ്റിയ ഇതുണ്ടോ? ഇത് വേസ്റ്റൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. അവിടെ ഈ ചോറ് വെച്ച് എങ്ങനെയൊക്കെയാണ് ഉള്ള ഇത്. പിന്നെ പിന്നെ അവിടെ നിന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുകയാണെങ്കിൽ റോഡൊക്കെ കാണാം ഗൈസ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചാടി ഗൈസ് ഒരു വൈബ്രേഷൻ ഇനി ഉണ്ടാകുന്നതാണ് ഗൈസ്. നമ്മൾ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ നിന്ന് നടന്നു വന്ന് ഈ മതിൽ ചാടി വന്നേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏരിയയിൽ കൂടെ ഇങ്ങനെ നടക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ ഇങ്ങനെ നടന്ന് പിന്നെ ഗേറ്റ് കിടന്ന് എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഇത്. എന്തോ കറി എന്തൊരു കറിവേപ്പിലല്ല, വേറെന്തോ സാധനം. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിഞ്ഞൂടെ, ചിലതിൻ്റെയൊക്കെ പേര് അറിയുള്ളൂ. അപ്പം നിങ്ങൾക്കിത് അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേറെ വീഡിയോയിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ. നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ